ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ്. ആധുനിക ജീവിത ശൈലി എന്ന് പറയുന്നത് പലപ്പോഴും മത്സരങ്ങളുടേതാണ്. മത്സരം എന്ന് പറഞ്ഞാൽ പല കടുത്ത മത്സരങ്ങൾ, സഹപ്രവർത്തകർ തമ്മിലുള്ള മത്സരം, സഹപാഠികൾ തമ്മിലുള്ള മത്സരം, അല്ലെങ്കിൽ സമൂഹത്തിലെ മറ്റംഗങ്ങൾ തമ്മിലുള്ള ഒരു മത്സരം പലപ്പോഴും അനിവാര്യമാണെന്ന് കരുതുന്നവരുണ്ട്. പലപ്പോഴും ഇവരോടാണോ നമ്മൾ മത്സരിക്കുന്നത്? ഇവരൊക്കെയാണ് നമ്മുടെ എതിരാളികൾ. നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മുടെ മത്സരം നമ്മളോട് തന്നെയായിരിക്കണം. നമ്മുടെ ഉള്ളിലെ കഴിവുകൾ, നമ്മുടെ മൂല്യങ്ങളെയൊക്കെ കുറച്ച് കാണിക്കുവാനായിട്ട് ശ്രമിക്കുന്ന 10 പാരസൈറ്റ്സ് നമ്മുടെ ഉള്ളിലുണ്ട്. അവരോട് വേണം നമ്മുടെ മത്സരം. അതിലൊന്നാമത്തെ പാരസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോക്രാസ്റ്റിനേഷനാണ്. അതായത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാതെ നാളേക്ക് മാറ്റിവെക്കുന്ന നമ്മുടെ ശീലത്തോട് നമ്മൾ മത്സരിക്കണം. രണ്ടാമതായിട്ട് നമുക്ക് ദോഷം വരുത്തുന്ന ഒരു ശീലം നമ്മുടെ ഈഗോയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈഗോയോട് നമ്മൾ മത്സരിക്കണം. മൂന്നാമതായിട്ട് നമ്മുടെ ഭക്ഷണ രീതിയാണ്. നമ്മുടെ ആമാശയത്തിന്റെ, നമ്മുടെ ശരീരത്തിന്റെ സഹനശക്തി പരീക്ഷിക്കുന്ന ഭക്ഷണ ശൈലിയോട് നമ്മൾ മത്സരിക്കേണ്ടതായിട്ടുണ്ട്. നാലാമതായിട്ട് നോളജ് അക്വയർ ചെയ്യുമ്പോൾ നമ്മൾ കാണിക്കുന്ന വിരസതയോട്, ബോറിംഗ് അതിനോട് നമ്മൾ മത്സരിക്കേണ്ടതായിട്ടുണ്ട്. അഞ്ചാമതായിട്ട് നമ്മുടെ അച്ചടക്കമില്ലായ്മകളോട് നമ്മൾ മത്സരിക്കണം. ആറാമത്തെ പാരസൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രാക്ഷനാണ്. ലക്ഷ്യം നേടുന്നതിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന പല ഘടകങ്ങളുണ്ടെങ്കിൽ അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവയോട് നമ്മൾ മത്സരിക്കേണ്ടതുണ്ട്. ഏഴാമത്തെ ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ദുസ്വഭാവങ്ങളാണ്. നമ്മുടെ ബാഡ് ഹാബിറ്റ്സിനോട് നമ്മൾ മത്സരിച്ച് വിജയം നേടണം, അവയെ കീഴടക്കണം. അടുത്തത് എട്ടാമതായിട്ട് നമ്മുടെ നെഗറ്റിവിറ്റിയാണ്. എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് കാണണം. എന്തിലും പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും അവയൊന്നും ശ്രദ്ധിക്കാതെ നെഗറ്റീവ് മാത്രം കാണുന്ന നമ്മുടെ ഈ സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിനോട് നമ്മൾ മത്സരിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായിട്ട് ഒൻപതാമതായിട്ട് നമ്മുടെ സെൽഫ് ഡൗട്ടാണ്. എല്ലാം നമ്മൾ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിലും റിസൾട്ടിനെ കുറിച്ച് നമ്മൾ വളരെ ആശങ്കാകുലനാണ്. അപ്പം ഇത്തരത്തിലുള്ള സെൽഫ് ഡൗട്ട് തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാനുള്ള മോട്ടിവേഷൻ ഇല്ലാതാക്കും. അതിനോട് നമ്മൾ മത്സരിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് യുവർ ലാക്ക് ഓഫ് ഫോക്കസ്. കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ മുന്നേറിയാൽ മാത്രമേ നമുക്ക് വിജയം കഴിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ ഈ 10 ഘടകങ്ങളൊന്ന് തിരിച്ചറിഞ്ഞ് ഇവയോട് മത്സരിച്ച് ഇവയെ കീഴടക്കി നമുക്ക് തീർച്ചയായിട്ടും വിജയം വരിക്കുവാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. JCI കോട്ടയം റോയൽസിന്റെ പ്രതിദിന വീഡിയോ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ബൈ.